നീറ്റ് അടക്കമുള്ള മുഴുവൻ പരീക്ഷകളുടെയും സമൂലമായ ഒരു അഴിച്ചുപണിക്കായി മോദി ഇന്നലെ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. പക്ഷേ ആ പരീക്ഷാ സംവിധാനം നന്നാക്കാൻ മോദി നിയോഗിച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ, ആധാർ നിർമ്മിച്ച നന്ദൻ നിലകേനി, ചന്ദ്രയാൻ 3 സമയത്ത് ഇസ്രായേൽ നയിച്ച എസ് സോമനാഥ്, രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോ നയിച്ച തപൻ ഠേക്കെ, സൈബർ സുരക്ഷാ വിദഗ്ധൻ വി കാമകോടി, ദേശീയ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്ത അമൃതലാൽ മീണ, ഒരു പരീക്ഷാ കമ്മിറ്റിക്ക് റോക്കറ്റ് സയൻറ്റിസ്റ്റ് എന്തിനാണ്, ഒരു മുൻ IB ഡയറക്ടർ എന്തിനാണ്, ആധാറിൻ്റെ ആർക്കിടെക്ട് എന്തിനാണ്? കാരണം മോദി ഇവിടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് കേവലം ഒരു ചോദ്യപേപ്പറിലേക്ക് മാത്രമല്ല. 2024 നീറ്റ് ചോദ്യപേപ്പർ മോഷ്ടിക്കാൻ എക്സാം സെൻറ്ററിലെ സേഫ് റൂം തുറന്നു കൊടുത്തത് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു. 2026 ആ ചോദ്യപേപ്പർ തയ്യാറാക്കിയ കെമിസ്ട്രി പ്രൊഫസറും. കോടിക്കണക്കിന് രൂപയുമായി മാതാപിതാക്കൾ മെഡിക്കൽ മാഫിയയ്ക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നു. ഇവിടെ പരിഹരിക്കേണ്ട വിഷയം അതിസങ്കീർണമാണ്. ഐഡന്റിറ്റി ഫ്രോഡ്, എക്സാം മാഫിയ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവയൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു കോക്കസ്, സൈബർ ആക്രമണങ്ങൾ, പരീക്ഷാ കേന്ദ്രങ്ങളിലെ സുരക്ഷാ വീഴ്ച, അങ്ങനെ പല വിഷയങ്ങളും അടങ്ങുന്ന ക്രിമിനലുകളിലെ ഒരു വലിയ പാക്കേജാണ് ഇന്നത്തെ പരീക്ഷകൾ നിയന്ത്രിക്കുന്നത്. എന്തൊക്കെയാണ് നരേന്ദ്രമോദി പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങൾ എന്നറിയാൻ ആദ്യം ഈ ടാസ്ക് ഫോഴ്സിലുള്ള 6 പേരുടെയും വൈദഗ്ധ്യം എന്തൊക്കെ മേഖലയിലാണ് എന്നറിയണം. നന്ദൻ നിലകേനി, എസ് സോമനാഥ്, തപൻ ഠേക്കെ, വി കാമകോടി, അനിത കർവാൾ, അമൃതലാൽ മീണ എന്നിവരാണ് ഈ അംഗങ്ങളായി നിലവിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ചോദ്യപേപ്പർ ചോർച്ച എന്നത് ഒരാൾ സീൽ പൊട്ടിച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു സംഭവം മാത്രമല്ല. ചോദ്യം തയ്യാറാക്കുന്നതിൽ നിന്ന് മോഡറേഷൻ, ഡിജിറ്റൽ സ്റ്റോറേജ്, പ്രിൻറ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പരീക്ഷാ കേന്ദ്രം, ഇൻവിജിലേറ്റർ, വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ, ഉത്തരക്കടലാസ്, ഫലം, ഇതൊക്കെ ഒരു വലിയ നീണ്ട ചെയിനാണ്. ഈ ഒരു ചെയിനിൽ ഒറ്റ ദുർബല കണ്ണി മതി ചോദ്യപേപ്പർ വെളിയിലേക്ക് പോകാൻ. ഒരു സ്വകാര്യ വെണ്ടർക്ക് വേണ്ടതിലധികം അക്സസ് ലഭിച്ചാൽ മതി, ഒരു എക്സാം സെൻറ്ററിൽ ഒരു പാളിച്ച വന്നാൽ മതി, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേരിൽ പരീക്ഷ എഴുതാൻ ഒരാൾ കയറിയാൽ മതി. ഒരു പ്രാദേശിക പിഴവിന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഒരു വർഷം തന്നെ തകർന്നു പോകാം. എന്നാൽ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആദ്യത്തെ വലിയ മാറ്റം ഇതാണ്. പരീക്ഷയെ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഇവൻ്റായിട്ട് കാണുന്നതിന് പകരം ഇതിനൊരു ഇൻഫ്രാസ്ട്രക്ചറായി കാണുക. അതിനായി ഒരു പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക. നന്ദൻ നിലകേനി ഇൻഫോസിസിൻ്റെ സഹസ്ഥാപകനാണ്. UIDAയുടെ ഫൗണ്ടിംഗ് ചെയർമാൻ എന്ന നിലയിൽ ഒരു പോപ്പുലേഷൻ സ്കെയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ച ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നത് ഈ കുറച്ച് വെബ്സൈറ്റ് കുറച്ച് ഫാസ്റ്റാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനല്ല. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വൈദഗ്ധ്യം വ്യത്യസ്ത സ്ഥാപനങ്ങളെയും സംസ്ഥാനങ്ങളെയും കോടിക്കണക്കിന് ആളുകളെയും ഒരേ സ്റ്റാൻഡേർഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ആർക്കിടെക്ചർ സൃഷ്ടിക്കാനാണ്. ഇന്നത്തെ പരീക്ഷാ സംവിധാനം പലതായിട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. രജിസ്ട്രേഷൻ, വെരിഫിക്കേഷൻ, എക്സാം സെൻറ്റർ മാനേജ്മെൻറ്റ്, ചോദ്യപേപ്പർ ഡെലിവറി, റിസൾട്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെട്ട ഒന്നാണിത്. അതായത് ഇവയെല്ലാം തമ്മിൽ സുരക്ഷിതമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ഇനി നമ്മൾ എസ് സോമനാഥനെ നോക്കിയാൽ അദ്ദേഹം സ്പേസ് ടെക്നോളജിയിലും ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റം എഞ്ചിനീയറിംഗിലും പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള വ്യക്തിയാണ്. ചന്ദ്രയാൻ 3 വിജയകരമായ ലാൻഡിംഗ് നടന്നതും ഇദ്ദേഹം ഇസ്രോയുടെ തലപ്പത്തിരിക്കുന്ന കാലത്താണ്. ഇസ്രോയുടെ മിഷൻ തിങ്കിങ്, പരാജയങ്ങൾ എങ്ങനെ നേരിടണം, ബാക്കപ്പ് പ്ലാൻ എന്തായിരിക്കണം, ഇത്തരം പല കാര്യങ്ങളും അതിപ്രാവീണ്യമുള്ള വ്യക്തിയാണ് സോമനാഥ്. അമൃതലാൽ മീണയുടെ ലോജിസ്റ്റിക്സ് എക്സ്പീരിയൻസ് സോമനാഥിൻ്റെ ഒരു മിഷൻ തിങ്കിങ്ങിനൊപ്പം ചേരുന്നു. മീണ DPITയിൽ സ്പെഷ്യൽ സെക്രട്ടറി ഫോർ ലോജിസ്റ്റിക്സായി പ്രവർത്തിക്കുകയും PM ഗതിശക്തിയുടെ ലോജിസ്റ്റിക്സ് പ്ലാനിങ്ങിൽ പങ്കാളിയുമൊക്കെ ആയിട്ടുള്ള വ്യക്തിയാണ്. സോമനാഥിന് ഒരു ഫെയിലിയർ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം എന്ന് നോക്കാൻ സാധിക്കുമെങ്കിൽ മീണയുടെ എക്സ്പീരിയൻസ് ആയിരക്കണക്കിന് സെൻറ്ററുകൾ, ഡിവൈസുകൾ, സ്റ്റാഫ് റൂട്ടുകൾ, ബാക്കപ്പ് പവർ, സെക്യൂരിറ്റി മൂവ്മെൻറ്റ്, ലാസ്റ്റ് മൈൽ റെഡിനെസ് ഇവയൊക്കെ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലാണ്. ഇവരുടെ കോമ്പിനേഷൻ ഉറപ്പുവരുത്താൻ സഹായിക്കുന്നത് ഒരു ദൗത്യത്തിൻ്റെ ലോജിസ്റ്റിക്സ്, മിഷൻ ക്രിട്ടിക്കലായ കാര്യങ്ങൾ ഇവയൊക്കെ പരീക്ഷയിൽ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും എന്നാണ്. അതായത് എങ്ങനെ സംവിധാനങ്ങൾ ക്രമീകരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എവിടെ ഏതൊക്കെ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഇങ്ങനെയുള്ള ലോജിസ്റ്റിക്കൽ കാര്യങ്ങളും ഇവയിൽ ഏതെങ്കിലും പരാജയപ്പെട്ടാൽ അതിനെ എങ്ങനെ ബാക്കപ്പ് ഉപയോഗിച്ച് നന്നാക്കിയെടുക്കാം, ഇങ്ങനെ കാര്യങ്ങളും അടങ്ങുന്നതാണ് ഇവരുടെ 2 പേരുടെയും ദൗത്യം. അടുത്ത വർഷം ഡിജിറ്റൽ പരീക്ഷകൾ വന്നാൽ ചോദ്യപേപ്പർ നിൽക്കുമോ? ഇല്ല. അച്ചടിച്ച ഒരു ചോദ്യപേപ്പർ ഒരിടത്തു നിന്ന് ചോരാം. പക്ഷേ തെറ്റായി നിർമ്മിച്ച ഒരു ഡിജിറ്റൽ സിസ്റ്റത്തിൽ നിന്ന് ഒരേ സമയം ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിലേക്ക് ഈ ചോദ്യപേപ്പർ ചോരാം. അതിനാലാണ് IIT മദ്രാസ് ഡയറക്ടർ
വി കാമകോടിയുടെ സ്ഥാനം ഈ ഒരു ടാസ്ക് ഫോഴ്സിൽ നിർണായകമാകുന്നു. അദ്ദേഹം IIT മദ്രാസിലെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഹെഡായിരുന്നു. ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ശക്തി മൈക്രോ പ്രോസസ്സർ വികസിപ്പിച്ച ടീമിനും ഇദ്ദേഹം നേതൃത്വം നൽകി. അതായത് ലക്ഷക്കണക്കിന് കുട്ടികളുടെ പരീക്ഷ എങ്ങനെ നടക്കണം, ചോദ്യപേപ്പർ എങ്ങനെ ലീക്കാകാതെ സൂക്ഷിക്കാം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എങ്ങനെ സുരക്ഷിതമാകണം, എങ്ങനെ ഇതൊക്കെ എൻക്രിപ്റ്റ് ചെയ്യാം, ഇത്തരം സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളാണ് ശ്രീ കാമകോടി. പക്ഷേ ഈ ടാസ്ക് ഫോഴ്സിലെ ഏറ്റവും വലിയ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത് മുൻ IB ഡയറക്ടർ തപൻ ഠേക്കയുടെ നിയമനത്തിലാണ്. ഒരു സാധാരണ വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മിറ്റിയിൽ ഒരു മുൻ IB ചീഫ് എന്തിനാണ്? കാരണം വലിയ പേപ്പർ ലീക്കുകൾ പലപ്പോഴും ഒരൊറ്റ വ്യക്തിയുടെ തെറ്റല്ല, അത് ഒരു നെറ്റ്വർക്കിൻ്റെ പണിയാണ്. ഉദ്യോഗസ്ഥർ, കോച്ചിങ് സെൻറ്റർ, അല്ലെങ്കിൽ പരീക്ഷയുടെ സെൻറ്റർ ഓപ്പറേറ്റിംഗ് നടത്തുന്ന ആളുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെണ്ടർമാർ, മാതാപിതാക്കൾ, ഇവരൊക്കെ ചേർന്ന ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റാണ് മിക്കപ്പോഴും എല്ലായിടത്തും ഈ പരീക്ഷാ ലീക്കിൻ്റെ കാരണമാകുന്നത്. തപൻ ഠേക്കയുടെ ഈ ടാസ്ക് ഫോഴ്സിലെ സാന്നിധ്യം ഈ ക്രിമിനൽ സിൻഡിക്കേറ്റിനെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സന്നദ്ധതയാണ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ലക്ഷ്യം ഒരു ലീക്ക് നടന്നതിന് ശേഷം ഒരു പ്രതിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നുള്ളതല്ല, ലീക്ക് നടക്കുന്നതിന് മുൻപ് ഇവരുടെ നെറ്റ്വർക്ക് തിരിച്ചറിഞ്ഞ് തകർക്കുക എന്നതുകൂടിയാണ്. സുരക്ഷ മാത്രം പോരാ, നമുക്ക് ഈ പരീക്ഷ നീതിയുക്തവുമാകണം. അതിനാലാണ് മുൻ CBSE ചെയർപേഴ്സണും മുൻ സ്കൂൾ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുമായ അനിത കാർവാൾ ഈ ടീമിലുള്ളത്. ക്വസ്റ്റ്യൻ സെറ്റിംഗ്, മോഡറേഷൻ, ഇവാലുവേഷൻ, അക്സസിബിലിറ്റി, ഗ്രീവൻസ്, റിസൾട്ട് ട്രാൻസ്പെറൻസി, ഇങ്ങനെ പല കാര്യങ്ങളിലും വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഇവർ. അവരുടെ എക്സ്പീരിയൻസ് ഈ മിഷന് വളരെ ആവശ്യമായിട്ട് വരുന്നതും ഇവിടെയാണ്. അപ്പോൾ ന്യായമായ മറ്റൊരു ചോദ്യമുണ്ട്. 2024 തന്നെ മുൻ ISRO ചെയർമാൻ K രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ NTAയുടെ എക്സാമിനേഷൻ പ്രോസസ്, ഡേറ്റ സെക്യൂരിറ്റി, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇവ പരിശോധിക്കാൻ ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും അതിലെ ഷോർട്ട് ടൈം നിർദ്ദേശങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ കഴിയുകയും ലോങ് ടൈം ഇംപ്ലിമെൻറ്റേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ടാസ്ക് ഫോഴ്സ് എന്തിനാണ്? പക്ഷേ ഈ ടീമിൻ്റെ ഒരു കോമ്പോസിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, പഴയ കമ്മിറ്റി എന്തൊക്കെ മാറ്റണം എന്നുള്ള ബ്ലൂ പ്രിൻ്റാണ് നൽകിയത്. പക്ഷേ പുതിയ ടീം അത് ഒരു പോപ്പുലേഷൻ സ്കെയിലിൽ ടെക്നോളജി, ഇൻ്റലിജൻസ്, മിഷൻ മാനേജ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, ലോജിസ്റ്റിക്സ് ഇവയൊക്കെ ഉപയോഗിച്ച് ഇതെങ്ങനെ നിർമ്മിക്കണം, അല്ലെങ്കിൽ ഇതിനൊരു പ്ലാറ്റ്ഫോമാക്കി എങ്ങനെ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമുകളൊന്നും ഇന്ത്യയിൽ പുതിയതല്ല. ബയോമെട്രിക് വെരിഫിക്കേഷനും ഓൺലൈൻ ആപ്ലിക്കേഷനും ഒന്നും പുതുതല്ല. പക്ഷേ ഇവിടെ വരുന്ന മാറ്റം ഈ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരീക്ഷാ ക്രമക്കേടുകളെ അതിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അഡ്രസ്സ് ചെയ്യുക എന്നതിനാണ്. അതിനാലാണ് ഈ ടീം അസാധാരണമാകുന്നത്. നീലകേനിയുടെ ഡിജിറ്റൽ ബാക്ക് ബോൺ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി, സോമനാഥിൻ്റെ മിഷൻ റിലയബിലിറ്റി, തപൻ ഠേക്കയുടെ ഇൻ്റലിജൻസ്, കാമകോടിയുടെ സൈബർ സെക്യൂരിറ്റി, അനിത കാർവാളിൻ്റെ അക്കാദമിക് നോളജ്, അമൃതലാൽ മീണയുടെ നാഷണൽ ലോജിസ്റ്റിക്സ്, ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ക്രിട്ടിക്കൽ മിഷൻ ടീമിനെ കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥയെ, ഈ എഡ്യൂക്കേഷൻ്റെ അവസ്ഥയെ പരിഹരിക്കാൻ നമുക്ക് ഉപയോഗപ്രദമാകുന്നത്. ഇത് നടപ്പിലായാൽ മോദി ഈ NDAയെ റിപ്പയർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഇന്ത്യയിൽ ഒരു പരീക്ഷ എങ്ങനെ നടത്തണം, എങ്ങനെ അതിനെ സംരക്ഷിക്കണം, എങ്ങനെ പരാജയം കൈകാര്യം ചെയ്യണം, എങ്ങനെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചു പിടിക്കണം, അങ്ങനെ മുഴുവൻ സിസ്റ്റവും പുനർനിർമ്മിക്കപ്പെടുകയാണിത്. ഇത് വിജയകരമായി നടന്നാൽ മാറുന്നത് നീട്ടും JEEയും മാത്രമായിരിക്കില്ല, ഇന്ത്യയിലെ പൊതുപരീക്ഷകളിലെ അടിസ്ഥാന സ്വഭാവം തന്നെയാവും മാറുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.